ഡയറക്ടർ പാണ്ഡ്യരാജിൻ്റെ അതിഗംഭീരമായിട്ടുള്ളൊരു സിനിമ ഉണ്ട്. കാരണം കുറേ നാളായി പുള്ളി ഒരു കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്ന് പുള്ളിയുടെ ലെവലൊക്കെ ഒന്ന് മാറി ഇച്ചിരി നെഗറ്റീവ് സൈഡിലോട്ടൊക്കെ പുള്ളി പോകുമായിരുന്നു. പുള്ളി എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ഫാമിലി ഓഡിയൻസിൻ്റെ പൾസ് അറിയാവുന്ന ഒരു ഡയറക്ടറാണ് പാണ്ഡ്യരാജ്. പാണ്ഡ്യരാജാണ് എതിർക്കും തുനിന്തവൻ എടുത്തത്. അതെടുത്ത് അട്ടർ ഫ്ലോപ്പായി പോയ ഒരു സിനിമയാണ് എതിർക്കും തുനിന്തവൻ. അപ്പം പുള്ളിയുടെ ഒരു സോണുണ്ട്, നമ്മൾ നമ്മ വീട്ടു പുള്ളിയൊക്കെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ കഥകളിയൊക്കെ പുള്ളി എടുത്തതാണ്, അടിപൊളി പടമാണ് കഥകളി. വിശാലിൻ്റെ എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയാണ് കഥകളി. അതൊക്കെ എടുത്തിട്ട് ഒരു ഫാമിലി എത്രത്തോളം തിയേറ്റർ, അതായത് ശിവകാർത്തികേയൻ്റെ നമ്മ വീട്ടു പുള്ളിയൊക്കെ 70 കോടി കളക്ഷൻ ഉണ്ട് അന്ന് തിയേറ്ററിൽ കയറിയതാണ്. 70 കോടി കളക്ഷൻ, അത്രയും BNC ഒക്കെ ഫുള്ളായ പടമാണ്. B സെൻറ്റർ C സെൻറ്ററൊക്കെ ഉണ്ടല്ലോ, A സെൻറ്ററുകളാണ് മൾട്ടിപ്ലക്സുകൾ. അപ്പം ഫാമിലി ഓഡിയൻസിന് കയറാൻ പറ്റിയ BNC സെൻറ്റർ ഉണ്ട് തമിഴ്നാട്ടിൽ, അതൊക്കെ ഫുള്ളായിട്ട് ഓടിയ ഒരു സിനിമയാണ് നമ്മ വീട്ടു പുള്ളി. അപ്പം പാണ്ഡ്യരാജ് പൊതുവെ ഫാമിലി പടങ്ങളാണ് കൂടുതൽ എടുക്കുക. ഫാമിലിയെ തിയേറ്ററിൽ കയറ്റാനുള്ള പുള്ളിക്ക് അതിനൊരു കഴിവുണ്ട്. അപ്പോൾ അതെല്ലാം പോയി ഒരു തഴയപ്പെട്ട ഒരു രീതിയിലിട്ട് പോയിട്ട് പുള്ളി ഇപ്പോൾ എടുത്ത ഈ സിനിമ തലൈവൻ ആൻഡ് തലൈവി, കിടിലൻ പടം. നിത്യമേനോനും വിജയ് സേതുപതിയും തകർത്ത് അഭിനയിച്ച കിടിലൻ സിനിമ. അപ്പം നമ്മൾ ഈ സിനിമയെ പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ വേറെ വിജയ് സേതുപതിയുടെ പടം പറയാം. എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, കുറേ ആൾക്കാർ കണ്ടു കാണും. അപ്പം ഇതൊക്കെ താനാ ആസപ്പെട്ട ബാലകുമാര എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് വിജയ് സേതുപതിയുടെ. അതെന്ന് പറഞ്ഞാൽ ഒരു കോമഡീഷ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പുറകെ നടക്കുന്ന, അതായത് കാമുകൻ പുറകെ നടക്കത്തില്ലേ, പൂവാലിൻ്റെ രൂപത്തിലുള്ള ഒരു വിജയ് സേതുപതിയായിരുന്നു ആ സിനിമയ്ക്കകത്ത്. അപ്പോൾ അത് ഇച്ചിരി കൂടെ ചെറുപ്പമായിരുന്നു വിജയ് സേതുപതിയുടെ കാലഘട്ടം. പക്ഷെ ഇപ്പം വിജയ് സേതുപതി ഇച്ചിരി വലിയ ആളായി. അത് ഒരു കുടുംബത്തിൽ അതെങ്ങനെ കാണിക്കാമോ, അതേ ഒരു ക്യാരക്ടർ ഒരു കല്യാണം കഴിച്ച് കുടുംബ ജീവിതത്തിൽ ജീവിക്കുന്ന ഒരാളെ എങ്ങനെ കാണിക്കാമോ, അത് കൃത്യമായിട്ട് കാണിച്ചിട്ടുള്ള സിനിമയാണ് ഇത്, തലൈവൻ ആൻഡ് തലൈവി. സൂപ്പർ പടം, ഒന്നും പറയാനില്ല, അടിപൊളി പടം. തമിഴ്നാട്ടിലൊക്കെ വൻ കളക്ഷൻ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുക. പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പടം തുടങ്ങുന്നത് തന്നെ ഒരു അമ്പലത്തിൽ ഒരു കൊച്ചിനെ മുട്ട അടിക്കാൻ കൊണ്ടുപോവാണ്. അത് ആരെ കൊണ്ടുവന്ന് പറയാൻ നിത്യമേനോൻ്റെ അച്ഛൻ ഇതിനകത്ത് അഭിനയിച്ചേക്കുന്നത് ചെമ്പൻ വിനോദാണ്. ചെമ്പൻ വിനോദ് ഇതിനകത്ത് മുടിയൊക്കെ നല്ല വെള്ളയാക്കി ശ്രീനാരായണ ഗുരുവിനെ കണക്കിരിക്കുകയാണ്. അപ്പം മുട്ട അടിക്കാൻ ഒരു അമ്പലത്തിൽ കൊണ്ടുപോവാണ്. അപ്പം കൊണ്ടുപോയപ്പോൾ അവിടെ വിജയ് സേതുപതി വരുവാണ്, എൻ്റെ കൊച്ചിനെ ഞാൻ അറിയാതെ മുട്ട അടിപ്പിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട്. തമിഴ്നാട്ടിലെ ഇതുപോലുള്ള ചടങ്ങുകളൊക്കെ ഭയങ്കര വലിയ ഗ്രാൻഡായിട്ടാണ് അവർ നടത്തുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു വിശേഷം ദിവസം പോലെ നടക്കും. നമ്മളിവിടെ പാല് കാച്ചും കല്യാണമൊക്കെ നടന്ന പോലെ അവർ ഇതൊക്കെ നടന്നു. അപ്പം അവിടെ വരുവാണ് വിജയ് സേതുപതി. അതിനുശേഷം അവിടെ കുറേ പ്രശ്നങ്ങളുണ്ടാകുന്നു അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച്. ആ പ്രശ്നം നടക്കുന്ന ആ ഗ്രൗണ്ടിൽ വെച്ച് പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവരുടെ കല്യാണത്തിൻ്റെ ഫ്ലാഷ് ബാക്കുകൾ ഇങ്ങനെ കാണിച്ചു പോവാണ്. കുറച്ച് ഫ്ലാഷ് ബാക്ക് കാണിക്കും, വീണ്ടും അമ്പലത്തിലെ അവരുടെ പ്രശ്നം കാണിക്കും, കുറച്ച് ഫ്ലാഷ് ബാക്ക് കാണിക്കും, വീണ്ടും അവരുടെ അമ്പലത്തിലെ പ്രശ്നങ്ങൾ കാണിക്കും. അങ്ങനെ പോയി ക്ലൈമാക്സ് അവിടെ വെച്ച് തന്നെ തീരും. അതായത് ആ ഒരു ഏരിയ വെച്ച് തന്നെ, അമ്പലത്തിൻ്റെ ആ ഏരിയ വെച്ച് തന്നെ ഇതിൻ്റെ ക്ലൈമാക്സും തീരും. അതിന് ശേഷം ഇവർ വീണ്ടും അതായത് ഒരു എന്ത് പറയുന്ന ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നു, പ്രശ്നം മാറുന്നു. എന്നാൽ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമായിട്ടുള്ള ഒരു ഭാര്യ ഭർത്താക്കന്മാരാണ് നിത്യമേനോനും ഇത്. പിന്നെ ഇവരൊരു കടയൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ, അത് ഒരു നല്ല രസമുണ്ടായിരുന്നു. ഇവരൊരു ഹോട്ടൽ നടത്തുന്നതാണ് വിജയ് സേതുപതി. മധുര എന്ന് പറഞ്ഞാൽ ഈ ഫുഡിൻ്റെ ഏരിയ ആണല്ലോ, അവിടെ എല്ലാ നോൺ വെജ് ഐറ്റംസും കിട്ടുന്ന ഒരു ഫുഡ് ഹോട്ടൽ നടത്തുന്ന വ്യക്തിയാണ് വിജയ് സേതുപതി. അപ്പം നിത്യമേനോനുമായിട്ട് കല്യാണം, അതിനുശേഷം ഉണ്ടാകുന്ന അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതിനകത്ത് ഒരു വിഷയം ഉണ്ടാകുന്ന മെയിൻ സംഭവം. അപ്പോൾ അത് പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നതിൽ പിന്നെ ആർ കെ സുരേഷ് ഉണ്ട്. ആർ കെ സുരേഷ് ഇതിനകത്ത് നിത്യമേനോൻ്റെ ആങ്ങളായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ആർ കെ സുരേഷ് അറിയാമല്ലോ, തമിഴിൽ ഒരു പ്രൊഡ്യൂസറാണ് അദ്ദേഹം. നല്ലൊരു മലയാളത്തിലൊക്കെ വന്ന് ഒത്തിരി അഭിനയിച്ചിട്ടുണ്ട്. കൊടുക്കുന്ന റോള് ഒരേപോലെ എപ്പോഴും ചെയ്തു വെക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ പഴയ ഒരു വിജയ് സേതുപതി കണ്ടു, അതാണ് ഈ സിനിമയിൽ എനിക്ക് എത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാനുള്ളത്. പഴയ ഒരു വിജയ് സേതുപതി കണ്ട് അതിമനോഹരമായിട്ട് അഭിനയിക്കുന്ന, അല്ലെങ്കിൽ കോമഡി പറയുന്ന നമ്മളിപ്പോൾ അടുത്തിടയ്ക്കായിട്ട് കണ്ട സന്തനവും ഇതൊന്നും അല്ല, മാസ്റ്ററിലെ ഭവാനിയൊന്നുമല്ല, ഒരു കോമഡി ആയിട്ടുള്ള ഒരു കുടുംബസ്ഥനായിട്ടുള്ള ഒരു പഴയ വിജയ് സേതുപതിയെ കണ്ടു. അതാണ് ഇതിനകത്ത് എനിക്ക് പ്രത്യേകതയായിട്ട് എടുത്ത് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ബാബ ഭാസ്കറൊക്കെ ഉണ്ട്, ഒരു കോമഡി റോൾ വന്ന് ചെയ്തിട്ട് പോകും. പിന്നെ മറ്റേ ആ സിനിമയ്ക്കകത്തൊരു വ്യക്തിയുണ്ട്, അവരുടെ പേര് ഞാൻ മറന്നുപോയി, സെൻട്രായനുണ്ട്. സെൻട്രായനാണ് ഇതിന് മുടി വെട്ടാൻ വരുന്നത്, അത് അടിപൊളിയായിരുന്നു. അപ്പം ഇവരുടെ അല്ലെങ്കിൽ ഈ നിത്യമേനോൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്ന നടന്മാരോട്ട് ഭയങ്കര കെമിസ്ട്രി ആയിരിക്കും. വിജയ് സേതുപതിയായിട്ടും കിടിലമായിരുന്നു കേട്ടോ, കിടിലം കോമ്പിനേഷനായിരുന്നു. അത് അവരുടെ ഒരു പ്രത്യേക ഇതാണ് ഈ നിത്യമേനോൻ്റെ. തിരുച്ചിട്ടമ്പലത്തിനകത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി അടുത്ത ഇഡലിക്കട വരുന്നുണ്ട്.
എന്തൊക്കെ പറഞ്ഞാലും കിടിലം ഒരു സിനിമ കണ്ടു വിജയ് സേതുപതിയുടെ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ ഒരു കിടിലം പടം. പുള്ളി സോളോ ആയിട്ട് അഭിനയിച്ചതിൽ കിടിലം പടം. മസ്റ്റായിട്ടും കണ്ടിരിക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അടുത്തൊരു സിനിമയുടെ അഭിപ്രായമായിട്ട് കാണാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.